സോ ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് ടിപ്സാണ്. കുറച്ചല്ല, 3 ടിപ്സേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. 3 ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ബിഗിനേഴ്സിന് പറ്റിയ ടിപ്സാണ്. നിങ്ങൾ ഈ ടിപ്പിൻ്റെ ലാസ്റ്റ്, അതായത് മൂന്നാമത് ഞാൻ പറഞ്ഞു തരുന്ന ടിപ്പ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിം നിങ്ങൾ അതേപോലെ കേട്ട് നിങ്ങൾ അതേപോലെ ചാർട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിം ചേഞ്ചിങ് മൂമെൻ്റ് ആയിരിക്കും അത്. ഓക്കെ, ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും അത്. വളരെ മാത്തമാറ്റിക്കലിയും ട്രേഡിൻ്റെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു ടൂളാണ് അത്. നിങ്ങളുടെ ഗെയിം ചേഞ്ചിങ് ആയിരിക്കും അത്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അത് നമ്മളെ മെയിനാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് അടിച്ചാൽ മതി. ഞാൻ ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കില്ല. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങൾക്ക് ചാർട്ടിൽ നോക്കാം. ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ടിൽ എങ്ങനെയാണ് നമുക്കൊരു ട്രേഡ് കിട്ടുക? ബിഗിനേഴ്സ് ഇപ്പോൾ എങ്ങനെയാണ് ഒരു ട്രേഡ് ഇടുക? ബിഗിനേഴ്സ് ഒരു ചാർട്ട് എടുത്ത് നോക്കണു. ഇപ്പോൾ ബൈ ആണ് മേലേക്ക്. സോ അവർ ബൈ ഇടുന്നു. അവർക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നറിയില്ല, അവർക്ക് എവിടെ ടാർഗറ്റ് വെക്കണം എന്നറിയില്ല, എപ്പോൾ ക്ലോസ് ചെയ്യണം എന്നറിയില്ല, അത് എങ്ങനെ പോകുമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല അവർക്ക്. സോ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. സോ നിങ്ങളുടെ ലൈവ് ട്രേഡിൽ, ലൈവ് ചാർട്ടിൽ പ്രീവിയസ്ലി ഉണ്ടായ സ്വിങ്സ് മാർക്ക് ചെയ്യുക. 1 ഹവറിലും 4 ഹവറിലും ഉണ്ടായ സ്വിങ്സ് മാർക്ക് ചെയ്യുക. ഡൗൺ ട്രെൻഡ് ആയിക്കോട്ടെ, അപ് ട്രെൻഡ് ആയിക്കോട്ടെ, ഏത് കറൻസി ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു സ്വിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഇവിടെ ചാർട്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ, ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഓർഡേഴ്സ് ഗ്രാബ് ചെയ്യാൻ മാർക്കറ്റ് തിരിച്ച് കയറി വരും എന്നുള്ള കാര്യം 100% കൺഫർമേഷൻ ആണ്. ഓക്കെ, ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ ഇവിടുത്തെ ഓർഡേഴ്സിൽ തട്ടിയിട്ട് ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഫില്ലായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ മാർക്കറ്റിൽ വന്നു, ഇവിടുത്തെ പെൻഡിങ് ഓർഡേഴ്സിൽ തട്ടി മാർക്കറ്റ് റിയാക്ട് ചെയ്തു. തിരിച്ചു വന്നത് ഈ ഒരു തിരിച്ചു വരവുണ്ടല്ലോ, ഇതാണ് റിട്രേസ്മെന്റ്. അതായത് റിട്രേസ്മെന്റ് അല്ല, റീടെസ്റ്റിംഗ്. ഓക്കെ, റീടെസ്റ്റിംഗ് ആണത്. ഓക്കെ, വീണ്ടും ആ ലെവലിൽ എത്തി, അവിടെ ഒന്ന് ബ്രേക്ക് ആയി, അവിടുത്തെ ലിക്വിഡിറ്റി, മേലത്തെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, നേരെ മാർക്കറ്റ് റിയാക്ട് ചെയ്തു അടിയിക്ക്. ഇത് നോക്കണ്ട, ഇത് ന്യൂസിന്റെ കളികളാണിത്. ന്യൂസ് വന്നപ്പോൾ മാർക്കറ്റിന് എങ്ങടാ പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. സോ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്വിങ് മാർക്ക് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അതിൻ്റെ മേൽഭാഗം, അതായത് അപ്സൈഡ്, അതായത് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവമാണത്. ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ട്രേഡ് ഇടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൺഫർമേഷൻ എൻട്രി ആണ് അടുത്തത്. നമ്മളെ രണ്ടാമത്തെ ടിപ്പ് കൺഫർമേഷൻ എൻട്രി. ഓക്കെ, കൺഫർമേഷൻ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ. 1 ഹവറിലാണ് നിങ്ങൾ ട്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ നേരെ 5 മിനിറ്റിലേക്ക് വരിക. 5 മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയാണ് നിങ്ങളുടെ ഹൈ മാർക്ക് ചെയ്യട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, ഞാനിവിടെ ഹൈ മാർക്ക് ചെയ്തു. എന്നിട്ട് 5 മിനിറ്റിൽ വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഹൈ. ഈ ഹൈയിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. സോ അത് മാർക്കറ്റ് വന്നു, തിരിച്ച് കയറി. സോ നമ്മൾ അടുത്ത് നോക്കേണ്ടത് 1 ഹവറിലേക്ക് തന്നെ തിരിച്ചു പോവുക. നമ്മുടെ ഇവിടെ കയറി എത്തിയ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടോ നോക്കുക. സോ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഞാൻ നേരെ തിരിച്ചിറങ്ങി വന്നു. ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു സ്വിങ് ഉണ്ടായിട്ടുണ്ട്. ഈ സ്വിങ് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. സോ അവിടെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ട്രേഡ് ഇടാം. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുമ്പോൾ തന്നെ ട്രേഡ് ഇടാം. മാർക്കറ്റ് അടിയിലെത്തിയില്ല, റിവേഴ്സ് അടിച്ചു. എന്നിട്ട് എന്തായി? അതിൻ്റെ മേൽഭാഗം എടുക്കാതെ വീണ്ടും റിയാക്റ്റ് ആയി. ഇവിടെ നിന്ന് നമുക്ക് ന്യൂസ് വന്നപ്പോൾ ന്യൂസ് അപ്സൈഡ് ന്യൂസ് ആയിരുന്നു. അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു, ബ്രേക്ക് ആവാതെ ഡൗൺ സൈഡിലേക്ക് വന്നു. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. ഓക്കെ, കൺഫർമേഷൻ എൻട്രി ആണ് രണ്ടാമത്തെ ടിപ്പ്.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ഗെയിം ചേഞ്ചിങ് ടിപ്പ്, മൂന്നാമത്തെ ടിപ്പ്, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ പലതരം നിറത്തിലുള്ള ടൂളിൻ്റെ പേര് ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ്. ഫെബ് റിട്രേസ്മെൻറ്റ് എന്നാണ് ഈ ടൂളിൻ്റെ പേര്. ഓക്കെ, ഈ ടൂളിൻ്റെ പേരാണ് ഫെബ് റിട്രേസ്മെൻറ്റ് എന്ന്. നിങ്ങൾ ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റ് ആയിട്ട് ഇരിക്കാനാണ്. ഞാനിതിവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ട്രേഡ് ഇട്ട സ്ഥലമാണ് ഈ 1 എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഈ 1 എന്ന് കാണിക്കുന്ന സ്ഥലമാണ് ഞാൻ ട്രേഡ് ഇട്ട സ്ഥലം. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ട്രേഡ് ഇട്ട സ്ഥലം. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സ്ഥലം ഇവിടെയാണ്. സോ അത് ഞാൻ ഇത് ഇങ്ങനെ താഴ്ന്നോളം, ഇതുണ്ടോ, ഇങ്ങനെ താഴ്ന്നോളം ഇതിന് അഡ്ജസ്റ്റ് ആവും. ഓക്കെ, ഞാൻ ട്രേഡ് ഇട്ട സ്ഥലം ഇതിൻ്റെ മുകളിലാണ്. സോ എൻ്റെ ട്രേഡ് ഫസ്റ്റ്, അതായത് ഈ 2 എന്നുള്ള ഇവിടെ എത്തുമ്പോഴാണ് എൻ്റെ ഫസ്റ്റ് പ്രോഫിറ്റ് ടാർഗറ്റ്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, അതായത് ഞാനിപ്പോൾ ഒരു ലോട്ടാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രേഡ് ഈ ഫസ്റ്റ് ടാർഗറ്റ് അടിക്കുമ്പോൾ എൻ്റെ ട്രേഡിൻ്റെ 50% ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഞാൻ 1 ലോട്ടാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 0.5 ലോട്ട് ഞാൻ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പ്രോഫിറ്റബിൾ ആയി. എന്നിട്ട് ഞാൻ എൻ്റെ SL എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവയ്ക്കും, ബ്രേക്ക് ത്രൂവിൽ കൊണ്ടുവയ്ക്കും. അതായത് ഞാൻ ട്രേഡ് ഇട്ട സ്ഥലത്ത് ഞാൻ കൊണ്ടുവയ്ക്കും. എന്നിട്ട് തിരിച്ച് കയറി സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഓവറോൾ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ അതവിടെ എത്തിയില്ല, മാർക്കറ്റ് നല്ല കണ്ടീഷനിൽ ഇറങ്ങുകയാണ്, എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് അടിച്ചു. ഞാൻ എൻ്റെ ട്രേഡിൻ്റെ 80% അല്ലെങ്കിൽ 75% ഞാൻ ക്ലോസ് ചെയ്യും. എനിക്ക് 1 ലോട്ടിൽ ഞാൻ പകുതി ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന 0.5ൻ്റെ പകുതി 0.25 ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കി എനിക്ക് ഇനിയുള്ളത് 2.5 ആണ്. സോ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഫസ്റ്റ് ടാർഗറ്റിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടോ അതോ നല്ല കണ്ടീഷനിൽ പോലെ മാർക്കറ്റ് എന്ത് ചെയ്യും, ഡൗൺ സൈഡിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കും. സോ മാർക്കറ്റ് നല്ല കണ്ടീഷനിൽ ഡൗൺ സൈഡിലേക്ക് പോയി എൻ്റെ ഫുൾ ടാർഗറ്റും അടിച്ചു കഴിഞ്ഞാൽ, 3 ടാർഗറ്റും അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്യും. ഇതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് 4 എന്നുള്ളതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞ് ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇത് നല്ല കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലത്തെ ട്രേഡ്, അതായത് ഇതിൻ്റെ അടിയിലത്തെ ലിക്വിഡിറ്റി കവർ ചെയ്യാൻ ഈ മാർക്കറ്റ് എന്തായാലും വരും. അതായത് ഇവിടെ ലിക്വിഡിറ്റി കുറവായിട്ട് ഇവിടെ ലിക്വിഡിറ്റി കൂടുതലാണെങ്കിൽ ഈ മാർക്കറ്റ് എന്തായാലും ഇത് തിരിച്ചിറങ്ങി വന്ന് ഇത് എടുക്കും. ഓക്കെ, അത് 100% ഷുവറാണ്. ഇത് ഇപ്പോൾ ഇവിടെ കിടന്ന് കളിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഇവിടെ ഈ ഒരു പരിസരത്ത് കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഗെയിം ചേഞ്ചിങ് ടൂളാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോസേ ആവില്ല. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഈ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂലായിരിക്കും. നിങ്ങൾ ലോസ് എന്ന് പറഞ്ഞ കാര്യം അറിയില്ല. സോ നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് എന്താ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ട്രേഡ് ഇടും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ വരച്ചിട്ട്, അതായത് ഒരു സ്വിങ്, ഇപ്പം ഇങ്ങനെ ഒരു ട്രേഡ് ഇട്ടു. ഇങ്ങനെ ട്രേഡ് ഇട്ടിട്ട് ഈ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയല്ലോ, ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ നോക്കിയിരിക്കും. എന്നിട്ട് മാർക്കറ്റ് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ആക്കും. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ കയറും. മാർക്കറ്റ് എന്ത് ചെയ്യും, ഡൗൺ സൈഡിലേക്ക് പോകും. അപ്പോൾ എന്താ, ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മുടെ ട്രേഡ് മൊത്തം, നമ്മുടെ കയ്യിലുള്ള കാശ് മൊത്തം പോകും. ഓക്കെ, നമ്മൾ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചത് അത് മൊത്തം പോകും. സ്റ്റോപ്പ് ലോസ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പോകും. ഓക്കെ, ഇതാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. സോ നമുക്ക് ഇവിടെ വരെ കയറുന്നതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് അടിക്കുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രേഡ് ഇട്ട സ്ഥലത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ട്രേഡ് പ്രോഫിറ്റബിൾ ആണ്. അത് തിരിച്ചിറങ്ങിയാലും നമുക്ക് ഒരു നഷ്ടവും വരാനില്ല. അതാണ് ഞാൻ പറയുന്നത്, യൂസ് ഫെബിനാച്ചി റിട്രേസ്മെൻറ്റ് നിങ്ങളുടെ ഗെയിം ചേഞ്ചിങ് ടൂളാണെന്ന്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ,
ഈ 3 ടിപ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഓവറോൾ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ വീഡിയോ നാളെ രാവിലെ, ഇത് ഞാൻ ഇന്ന് രാത്രിയാണ് ഷൂട്ട് ചെയ്യണത്, നാളെ രാവിലെ വരുന്നതാണ്. ഈ വീഡിയോയും നാളെ രാവിലെ ആയിരിക്കും വരിക മാക്സിമം. ഞാനൊരു 9 മണിക്ക് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.